അഗ്നി ഇടയ്ക്ക് ലച്ചുവിനെ നോക്കുന്നുണ്ട്. അവൾ അറിയുന്നുണ്ട് എങ്കിലും അറിയാത്ത പോലെ ഇരിക്കുവാണ്. ലക്ഷ്മി. പെട്ടെന്ന് അഗ്നി അവളെ വിളിച്ചതും തലതിരിച്ച് അവനെ ഒന്ന് നോക്കി. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. തലയ്ക്ക് വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇടയ്ക്ക് ചെറുതായി വേദന തോന്നിയിരുന്നു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നോട്ടെല്ലാം കല്ലു എഴുതി തരുന്നില്ലേ? ഉണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇടയ്ക്കിടത്ത് വായിക്കണം, വായിച്ചു പഠിക്കണം. ഞാനിത് ചോദിക്കാനിരിക്കുമായിരുന്നു. എന്ന് കരുതി ഒരുപാട് സമയം വായിച്ചിരിക്കരുത്, ഇടയ്ക്ക് കുറച്ചു നേരം മാത്രം. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. എക്സാം കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് വർമ്മ ഗ്രൂപ്പിൽ ചെയ്യാം. അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും കയറാനാണ് തീരുമാനം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ കയറാനാണ് ഞാൻ പറഞ്ഞത്. ആണോ? ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം. ചോദിക്കാൻ ഒന്നുമില്ല, എൻ്റെ തീരുമാനമാണിത്. അതല്ല, അവരെന്നെ വേറെ എവിടെയെങ്കിലും കയറാൻ തീരുമാനിച്ചോ എന്നറിയില്ലല്ലോ. അവർ വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ. കല്ലുവും നീയും വർമ്മ ഗ്രൂപ്പിലാണ് വരുന്നത്. ഞാൻ അവരോട് പറയാം. ഇനി ഇവിടെ ഇരിക്കണ്ട, മഞ്ഞുണ്ട്, അകത്തേക്ക് കയറി വാ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അവിടെ തന്നെ ഇരുന്നു. എന്തേ, അകത്തേക്ക് വരുന്നില്ലേ? പ്ലീസ്, ഇവിടെ കുറച്ചു നേരം കൂടെ ഇരിക്കട്ടെ. പറ്റില്ല, അകത്തേക്ക് കയറ്. കഷ്ടമുണ്ട് ദേവേട്ട. അവളുടെ ദേവേട്ട എന്നുള്ള വിളി അവനൊത്തിരി സന്തോഷം നൽകി. അതവൻ്റെ ചുണ്ടിൽ ചിരിയായി പുറത്തേക്ക് വന്നു. ആണോ? കഷ്ടമാണോ? അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. അവളുടെ പിണക്കം ആസ്വദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുന്നിൽ വന്ന് നിന്നു അവൻ. അവളുടെ അടുത്തേക്ക് മുഖം താഴ്ത്തി. അവനടുത്തേക്ക് വരുന്നത് കണ്ടതും ലച്ചു മുഖം കുനിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ അവളുടെ മുഖം കൈകൊണ്ടുയർത്തി. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് മുഖം ഉയർത്തി. അവൻ രണ്ട് കൈയും അവൾക്ക് ഇരുവശത്തും വെച്ച് അവളിലേക്കടുത്തു. അവൻ്റെ നിശ്വാസം മുഖത്തടിച്ചതും അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മൊത്തം ഓടി നടന്നു. നെറുകയിലെ സിന്ദൂരവും പുരികത്തിന് നടുവിലെ കറുത്ത പൊട്ടും മൂക്കിലെ നക്ഷത്ര മൂക്കുത്തിയും പിങ്ക് നിറമുള്ള ചുണ്ടുകളും അവൻ്റെ ഉള്ളമൊന്ന് തുടിച്ചുപോയി. അവളുടെ മുഖത്തേക്ക് അവൻ ഊതി. മുഖത്തടിച്ച നിശ്വാസത്തിൽ അവൾ കണ്ണു തുറന്നു. തൊട്ടു മുന്നിൽ അവൻ്റെ മുഖം അവൻ്റെ കണ്ണുമായി അവളുടെ കണ്ണുകൾ ഉടക്കി. പരസ്പരം കണ്ണിൽ നോക്കി അവർ നിന്നു. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലായിട്ട് മുട്ടുമെന്ന പോലെ നിന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ അവളുടെ മൂക്കുത്തിയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു. അവളൊന്ന് വിറച്ചു. അവൻ്റെ പല്ലുകൾ അവിടെ ആഴ്ന്നു. അവൾ വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കി. അതവനെ വികാരത്തിൽ ആഴ്ത്തിയെങ്കിലും സ്വയം അടക്കിക്കൊണ്ടവൻ അവളിൽ നിന്ന് മുഖം പുറകിലേക്ക് മാറ്റി. അവൻ മാറിയതറിഞ്ഞവൾ കണ്ണു തുറന്നു. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി കളഞ്ഞു. അകത്തേക്ക് കയറി, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അവൻ പോകുന്നത് നോക്കി അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവിടുന്ന് എഴുന്നേറ്റ് അവന് പുറകെ അവൾ അകത്തേക്ക് കയറി. അവൻ സോഫയിലിരുന്ന് ഫോൺ നോക്കുവാണ്. പോയി ഫ്രഷായി കുറച്ചു നേരം കിടന്നു. മൂളരുതെന്ന് പറഞ്ഞ കേൾക്കരുത് കേട്ടോ. സോറി. പോയി ഫ്രഷായിട്ട് വാ. ഓക്കെ. അവൾ വാഷ്റൂമിലേക്ക് പോയി. കിച്ചു ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് അവൻ അതെടുത്തു നോക്കി. ആദു കോളിംഗ്. അവനൊരു ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ കിച്ചേട്ടാ, എന്താണ്? എന്തെടുക്കുക? ഞാൻ വർക്ക് ചെയ്യുക പെണ്ണേ. ആണോ? അപ്പോൾ ബിസിയാണോ? അതേല്ലോ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടാകുമോ? ഇല്ലല്ലോ. ഓ, എന്ന് ഞാൻ വെച്ചിട്ട് പോകുക. പോവല്ല പെണ്ണേ, തിരക്കുണ്ട്. എന്നാലും നിന്നോട് കുറച്ച് സംസാരിക്കാനുള്ള സമയമൊക്കെ എനിക്കുണ്ട്. ആണോ? അതേല്ലോ. കിച്ചേട്ടാ, എന്നാടി പെണ്ണെ നിനക്ക്? എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുക. സത്യം? അതേല്ലോ. എന്താണിപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നാൻ കാരണം? അതോ, അതെനിക്കറിയില്ല. വന്ന് വന്ന് കൊഞ്ചൽ കൂടിയിട്ടുണ്ട് പെണ്ണിന്. എൻ്റെ കിച്ചേട്ടനോടല്ലേ? അതെ അതെ. നീ പഠിക്കുന്നുണ്ടോ? ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ? ഇല്ലല്ലോ.
ഇപ്പം പഠനമാണ് മുൻപിൽ. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രണയം വരൂ. ഓ, അല്ലെങ്കിലും എന്നോടിപ്പോൾ സ്നേഹമൊന്നും ഇല്ല. ഇല്ലല്ലോ. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. വിദ്യ അടുക്കളയിൽ പണിയിലാണ്. ലച്ചു പോയതിൽ പിന്നെ ഒറ്റയ്ക്ക് പണിയെടുത്തു മടുത്തു അവർക്ക്. ഒരു വേലക്കാരിയെ വയ്ക്കാൻ ശിവനോട് പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞതും അവർ മടുപ്പോട് ഹാളിലിരുന്നു. ശിവൻ സോഫയിലിരുന്ന് TV കാണുവാണ്. ഒരു വേലക്കാരിയെ വെക്കാൻ പറഞ്ഞ അതിന് കേൾക്കാൻ വയ്യ. പണിയെടുത്ത് നടുവൊടിഞ്ഞു. എന്നിട്ട് അവൾക്ക് കൊടുക്കാൻ പണമുണ്ടോ? അതെന്താ, കമ്പനിയിൽ നിന്ന് പണമൊന്നും എടുക്കാൻ പറ്റില്ലേ? കമ്പനി ഇപ്പം നഷ്ടത്തിലാണ്. വർമ്മ ഗ്രൂപ്പിൽ നിന്ന് പ്രൊജക്റ്റ് പിൻവലിച്ചു. അതോടെ ഉള്ളതും കൂടെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറിയില്ല. എന്തെങ്കിലും വഴി നോക്കണം. നമുക്ക് രേഷ്മയെ ഒന്ന് വിളിച്ചാലോ? അതിനവളുടെ കയ്യിൽ എന്തുണ്ടാകാനാ? എൻ്റെ മനുഷ്യ, അവിടെ കെട്ടിയോൻ മൽഹോത്ര ഗ്രൂപ്പിൻ്റെ ഉടമയില്ലേ? അപ്പം നമ്മൾ സഹായം ചോദിച്ചാൽ കിട്ടില്ലേ? അവരതിന് തയ്യാറാകുമോ? നമുക്ക് നോക്കാലോ. എന്നാൽ നീ വിളിച്ച് സംസാരിക്ക്. ഞാൻ വിളിക്കാം. വിദ്യ ഫോൺ എടുക്കാൻ മുറിയിലേക്ക് പോയി. രേഷ്മ മുറിയിൽ വെറുതെ ഇരുന്ന് ഫോൺ നോക്കുവാണ്. അപ്പോഴാണ് രോഹിത് അകത്തേക്ക് കയറി വരുന്നത്. ഇന്നെന്ത് പറ്റി നേരത്തെ വരാൻ? ഞാൻ നേരത്തെ വന്നാൽ എന്താ നിനക്ക് പറ്റില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ വെറുതെ ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ പോകണം, എപ്പോൾ വരണം എന്നെല്ലാം എനിക്കറിയാം. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയരുത്, എന്നെ ഭരിക്കാൻ വരരുത്. അത്രയും പറഞ്ഞവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് നോക്കി പുച്ഛത്തോടെ ഫോൺ നോക്കിയിരുന്നു. ഫോൺ നോക്കിയിരിക്കുമ്പോഴാണ് രേഷ്മയ്ക്ക് വിദ്യയുടെ കോൾ വന്നത്. അവൾ താല്പര്യമില്ലാതെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മേ, നിനക്ക് സുഖാണോ? അതെ, സുഖം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? കഷ്ടപ്പാടാണ് മോളെ. അതെന്താ, എന്തു പറ്റി? കമ്പനി നഷ്ടത്തിലാ. നീ അന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് വർമ്മ ഗ്രൂപ്പ് അവരുടെ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തു. ഉള്ള പണം കൂടെ പോയി. മൊത്തത്തിൽ കഷ്ടപ്പാടാ. ഇപ്പോൾ വർക്കൊന്നും വരുന്നില്ലേ? ഇല്ല മോളെ, ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാ. എന്താ? അത് പിന്നെ അവിടുത്തെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാനാ. ഇവിടുന്നോ? അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ചോദിച്ചാൽ അവർ സഹായിക്കാനൊന്നും പോകുന്നില്ല. എങ്കിൽ കുറച്ച് പണം തന്ന് സഹായിക്കാൻ പറയുമോ? ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അവരോടങ്ങനെ എന്ത് ചോദിച്ചാലും കിട്ടാൻ പോകുന്നില്ല. അതെന്താ, നീ അവിടുത്തെ മരുമകളല്ലേ? അതൊക്കെ തന്നെ. പക്ഷേ അവർക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താ? ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലേ, അതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യൂ, ആ പെണ്ണിനെ ചെന്ന് കാണൂ. എന്നിട്ട് എന്തെങ്കിലും സഹായം ചോദിക്ക്. ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തവരാണ്. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കരഞ്ഞു കാണിച്ചാൽ മതി, അവൾ അതിൽ വീഴും. അത് സത്യമാണ്. ഞാനെന്നാ ആ വഴി നോക്കാം. ശരിയെന്നാ. അവൾ പുച്ഛത്തോടെ ഫോൺ കട്ട് ചെയ്ത് ബെഡിൽ കിടന്നു. രോഹിത് ഫ്രഷായി പുറത്തേക്ക് വന്നു. ബെഡിൽ കിടക്കുന്ന രേഷ്മയെ നോക്കി അവൻ ഫോൺ എടുത്തു. അവളുടെ അടുത്തായി കിടന്നു. അവൻ അവിടെ കിടന്നതും രേഷ്മ അവനോട് ചേർന്ന് കിടന്നു. ബേബി, ഐ വാണ്ട് യു. നോട്ട് ഇൻട്രസ്റ്റ്. അതെന്താ? ഇപ്പോൾ താല്പര്യമില്ല. അല്ലെങ്കിലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിനക്കെന്നോട് വലിയ താല്പര്യമില്ല. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായെങ്കിൽ സന്തോഷം. രോഹി, പ്ലീസ്. നിനക്ക് എന്താ രേഷ്മ വേണ്ടേ? അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് ഞാനും പറഞ്ഞു. കാരണം എന്താ? എപ്പോഴും ഒരാൾ മാത്രമായാൽ താല്പര്യം കുറയും. വേറെയും വേണ്ടേ? എന്നാലല്ലേ ഒരു സുഖമുള്ളൂ. അപ്പം അതാണ് കാര്യം. നിനക്ക് വേറെ പോകാം, അതിന് ഞാൻ തടസ്സമല്ല. പക്ഷെ എനിക്കും വേണം. ഓക്കെ. അവൻ അവളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലൂടെ കൈകൾ ഓടിച്ചു. അവളുടെ ഉയർച്ച താഴ്ചകളിലൂടെ അവൻ്റെ കൈകൾ ഓടി നടന്നു. തീർത്തും വന്യമായി അവൻ അവളിൽ നിറഞ്ഞാടി. പിന്നെ അങ്ങോട്ട് അവരുടെ കാമം തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അവസാനം ഒരു കിതപ്പോട് അവൻ അവളുടെ മേലേക്ക് വീണു. കുറച്ച് സമയത്തിനു ശേഷം അവൻ അവളിൽ നിന്ന് മാറിക്കിടന്നു. അവൾ തടർന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. അവൻ തിരിഞ്ഞു ഫോണെടുത്ത് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു. റിപ്ലൈ കിട്ടിയതും അവൻ്റെ മുഖം തെളിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങുവാണ് അഗ്നിയും ലച്ചുവും. ലക്ഷ്മി, മെഡിസിൻ കഴിച്ചോ? കഴിച്ചു. എന്നാൽ കിടന്നു, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ശരി.
അവൾ ബെഡിലേക്ക് കിടന്ന് കണ്ണടച്ചു. അവൻ സോഫയിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്തു. സമയം പോകുന്നതൊന്നും അറിയാതെ അവൻ വർക്കിൽ മുഴുകി. ഏകദേശം വർക്കെല്ലാം ഒതുക്കി അവൻ ലാപ്പെടുത്ത് വെച്ചു. വാഷ്റൂമിൽ പോയെന്ന് ഫ്രഷായി തിരിച്ചു വന്നു. ബെഡിൽ വെച്ചു നല്ല ഉറക്കമാണ്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ചെരിഞ്ഞു കിടന്ന ഉറക്കത്തിലാണവൾ. കുറച്ചു സമയം അവളെ നോക്കി നിന്നു അവൻ. പിന്നെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. അവളുടെ കാൽ ചുവട്ടിൽ നിന്ന് ഷീറ്റെടുത്ത് മേലേക്ക് ഇട്ടുകൊടുത്തു. ബെഡിൻ്റെ മറു സൈഡിലായി അവനും കിടന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് സമയം അങ്ങനെ കിടന്നു. അവളോട് ഇപ്പോഴുള്ള വികാരം എന്താണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എന്നാലും തുറന്ന് പറയാനൊരു മടി. അറിയാതെ ഉള്ളിലുള്ളത് പുറത്തു വന്ന് പോകുന്നുണ്ടോ എന്ന് അവൻക്ക് തോന്നി. എന്നാലും അവൻ അവൻ്റെ ഫീലിങ്സ് നിയന്ത്രിക്കുന്നുണ്ട്. ഇനിയും അവളെ നോക്കിക്കിടന്ന ഫീലിംഗ് തനിക്ക് അടക്കാൻ സാധിക്കില്ല എന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ കണ്ണുകളടച്ച് നിദ്രയെ പുൽകി. വിദ്യ രേഷ്മയെ വിളിച്ചിട്ട് അവൾ പറഞ്ഞത് ആലോചിച്ചിരിക്കുവാണ്. ശിവൻ അവളെ കാണാതെ മുറിയിലേക്ക് അന്വേഷിച്ചു ചെന്നു. എന്തോ ചിന്തിച്ചിരിക്കുന്നവളെ കാണയാൾ അവൾക്കരികിലേക്ക് ചെന്നു. വിദ്യേ? ആ? അയാളുടെ വിളി കേട്ട് പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന് വിളി കേട്ടു. നീ അവളെ വിളിച്ചോ? വിളിച്ചു, പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടില്ല. അതെന്താ? നീ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു, പക്ഷെ അവൾ അവിടെ ഉള്ളവർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നല്ലേ? അതെ. പിന്നെ അവൾ പറഞ്ഞത് ലക്ഷ്മിയെ പോയി കാണാൻ. അങ്ങോട്ടോ? നിനക്കെന്താ ഭ്രാന്താണോ? ഇപ്പോൾ വേറെ വഴിയില്ല. അവിടെ പോയി എന്തെങ്കിലും നാടകം കളിച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടും. അവിടെ നമ്മളെ കയറ്റുമോ എന്ന് പോലും അറിയില്ല. അതിനുള്ള വഴിയുണ്ട്. എന്ത് വഴി? ഇപ്പോൾ ആ പെണ്ണിനെ ആക്സിഡൻ്റായി കിടക്കുമല്ലേ, അവളെ കാണാൻ വന്നതാണെന്ന് പറയണം. ഓ, അങ്ങനെ ചെയ്യാം. നാളെ തന്നെ പോകാം. അവളുടെ മുന്നിലൊന്ന് കരഞ്ഞു കാണിച്ചാൽ മതി. അവൾ അവരോട് സംസാരിച്ച് എന്തെങ്കിലും ചെയ്തോളും. നമുക്ക് നാളെ പോകാം. ഓക്കെ. നീ വന്ന് ഭക്ഷണം എടുത്ത് വെക്ക്. അവനെ കണ്ടില്ലല്ലോ. വന്നിട്ട് മുറിയിൽ കയറി ഇരിക്കുന്നുണ്ടാവും. നാളെ അവനെ കൊണ്ട് പോകാം. അവൾക്ക് അവനെ വലിയ ഇഷ്ടമാണല്ലോ. അതെ, നീ ചെല്ല്. വിദ്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ശിവൻ രഞ്ജുവിനെ നോക്കി. അവൻ ആരെയും നോക്കാതെ ഭക്ഷണം കഴിക്കുവാണ്. രഞ്ജു, നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം. ഞാനില്ല. നീ വരണം. വരില്ല, നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. എന്നാ വേണ്ട, ഞങ്ങൾ ലക്ഷ്മിയെ കാണാനാണ് പോകുന്നേ. ചേച്ചിയെയോ? അതെ, ആക്സിഡൻ്റ് ആയിട്ട് പോയില്ലല്ലോ, ഇപ്പോഴാ സമയം കിട്ടിയത്. ഞാനും വരുന്നു. അവൻ സന്തോഷം കൊണ്ട് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. അവൻ വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതാണ് ഞാൻ അവളുടെ പേരിപ്പോൾ തന്നെ പറഞ്ഞത്. എനിക്ക് പേടിയുണ്ടായിരുന്നു. അവൻ വന്നില്ലെങ്കിൽ പണിയാകും. വരാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത്. അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. രവിയെയും ശ്രേയയും പുറത്തിറക്കാനുള്ള വഴി തേടുകയാണ് ലളിത. പണമില്ലാതെ ഒന്നും നടക്കാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണവർ.